നമസ്കാരം. ഇസ്രായേലിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട അവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ മോശ എന്ന നേതാവിനെ പറ്റിയുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അടിമയുടെ അവസ്ഥ മനസ്സിലാക്കുവാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ശക്തിയേറിയ ഒരു രാഷ്ട്രമായിരുന്നു ഈജിപ്റ്റ്. ഇസ്രായേൽ എന്നറിയപ്പെട്ടിരുന്ന യാക്കോബ് മരിച്ചു കഴിഞ്ഞ് യാക്കോബിൻ്റെ പിൻതലമുറകളെ ഈജിപ്തുകാർ അടിമകളാക്കുകയാണ് ഉണ്ടായത്. പിൽക്കാലത്ത് അവർ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളായി അറിയപ്പെട്ടു. ഇസ്രായേലുകാർക്ക് എബ്രായർ എന്നും പേരുണ്ടായിരുന്നു. വർഷങ്ങൾ പലതു പിന്നിട്ടു. ജോസഫും അവൻ്റെ സഹോദരങ്ങളും കുടുംബാംഗങ്ങളും മരണമടഞ്ഞു. എന്നാൽ അവരുടെ പിൻതലമുറക്കാരായ ഇസ്രായേൽ ജാതി വർദ്ധിച്ചു പെരുകി. അങ്ങനെയിരിക്കെ ജോസഫിനെക്കുറിച്ച് ഒട്ടും അറിവില്ലാത്ത ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഭരണമേറ്റു. അദ്ദേഹം തൻ്റെ ജനങ്ങളോട് പറഞ്ഞു, ഈ എബ്രായർ അസംഖ്യം പേരുണ്ട്. ഒരുപക്ഷെ ഒരു നാൾ ഇവർ നമുക്ക് ശല്യമായി തീർന്നേക്കാം. ഒരു യുദ്ധമുണ്ടായാൽ ഇവർ നമ്മുടെ ശത്രുപക്ഷത്ത് ചേർന്ന് അവരോടുകൂടെ നിന്ന് നമ്മെ എതിർത്ത് തോൽപ്പിച്ചേക്കാം. അതുകൊണ്ട് അവർ പെരുകാതെ നോക്കണം. അതിനായി ഇസ്രായേലിയരുടെ ജോലി ഏറ്റവും കഠിനമാക്കി. അവരെ പീഡിപ്പിക്കുവാൻ ക്രൂരന്മാരായ മനുഷ്യരെ അവരുടെ മേൽവിചാരകന്മാരാക്കി. രാജാവിനു വേണ്ടി ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുവാനായി പീതോം, റമസേസ് എന്നീ പട്ടണങ്ങൾ ഇസ്രായേല്യരെ കൊണ്ട് പണിയിച്ചു. ഇത്രയൊക്കെ കഷ്ടത നേരിട്ടെങ്കിലും ഇസ്രായേൽ ജനത വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അതിനാൽ മിസ്രൈമ്യർ അവരെ ഏറെ ഭയപ്പെട്ടു. അവർ ഇസ്രായേല്യരുകാരോട് അധികം ക്രൂരമായി പെരുമാറുകയും ചെയ്തു. തങ്ങളുടെ കെട്ടിടങ്ങൾ പണിയുന്നതിനും വയലുകളിൽ പണി ചെയ്യുന്നതിനും ഇസ്രായേൽ ജനതയെ അടിമകളാക്കി ഉപയോഗിച്ചു. എബ്രായ സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ നൽകുന്ന 2 സ്ത്രീകളെ വിളിപ്പിച്ച് ഈജിപ്തിലെ രാജാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ എബ്രായ സ്ത്രീകളുടെ പ്രസവം എടുക്കുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ കൊന്നുകളയണം, പെൺകുട്ടിയാണെങ്കിൽ ജീവിച്ചു കൊള്ളട്ടെ. എന്നാൽ ആ സ്ത്രീകൾ ദൈവത്തെ ഭയപ്പെട്ടിരുന്നവരായിരുന്നു. അവർ രാജാവിനെ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. പകരം ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു. അതുകൊണ്ട് ദൈവം ആ സ്ത്രീകളെ അനുഗ്രഹിച്ചു. അവർക്ക് മക്കളെയും കുടുംബങ്ങളെയും നൽകി. ഇസ്രായേല്യർ എണ്ണത്തിൽ വളർന്ന് ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ രാജാവ് മറ്റൊരു കൽപ്പന പുറപ്പെടുവിച്ചു, എല്ലാ എബ്രായ ആൺകുഞ്ഞുങ്ങളെയും നൈൽ നദിയിൽ എറിഞ്ഞു കളവീൻ, എന്നാൽ പെൺകുഞ്ഞുങ്ങൾ ജീവിച്ചു കൊള്ളട്ടെ. അതായിരുന്നു രാജാവിൻ്റെ പുതിയ കൽപ്പന. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരിൽ ഒരുവനായിരുന്നു മോശ. എങ്കിലും ഒരു കുഞ്ഞായിരുന്നപ്പോൾ മോശ മരണത്തിൻ്റെ വക്കോളം എത്തുകയുണ്ടായി. ഇക്കാലത്ത് ലേവ്യ ഗോത്രത്തിൽപ്പെട്ട ഒരു പുരുഷൻ അതേ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവർക്കൊരു ആൺകുട്ടി ജനിച്ചു. ശിശു അതീവ സുന്ദരനാണെന്ന് കണ്ട അവൻ്റെ അമ്മ 3 മാസത്തോളം അവനെ ഒളിപ്പിച്ചു വെച്ചു. ഇനി അവനെ ഒളിപ്പിക്കാൻ കഴിയില്ലെന്നായി. അപ്പോൾ ആ അമ്മ ഞാങ്ങണ കൊണ്ടുള്ളൊരു പെട്ടകം പോലൊരു കുട്ടയെടുത്ത് അതിൽ വെള്ളം കിടക്കാതിരിക്കുന്നതിന് വേണ്ടി ടാർ കൊണ്ട് പൊതിഞ്ഞു. കുഞ്ഞിനെ ആ അമ്മ അതിൽ കിടത്തി. ആറിൻ്റെ തീരത്തോടടുത്ത് വളർന്നു നിൽക്കുന്ന ഉയരമുള്ള പുല്ലുകൾക്കിടയിൽ ആ കുട്ട വെച്ചു. കുഞ്ഞിനെ എന്ത് സംഭവിക്കും എന്ന് കാണാനായി ആ കുട്ടിയുടെ സഹോദരി അടുത്തു മറഞ്ഞു നിന്നു. അപ്പോൾ ഈജിപ്തിലെ രാജകുമാരി കുളിക്കാനായി ആ നദിയിലേക്ക് ഇറങ്ങി വന്നു. അവളുടെ തോഴിമാർ തീരത്തുകൂടെ നടക്കുകയായിരുന്നു. ഉടനെ ഉയരമുള്ള പുല്ലുകൾക്കിടയിൽ കിടന്ന കുട്ട കുമാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. രാജകുമാരി അത് കണ്ടു. രാജകുമാരിയുടെ ആവശ്യപ്രകാരം തോഴിമാരിൽ ഒരാൾ കുട്ടയെടുത്തുകൊണ്ട് വന്നു. കുട്ട രാജകുമാരി തുറന്നു നോക്കിയപ്പോൾ കണ്ടത് സുന്ദരനായ ഒരു കുഞ്ഞിനെയാണ്. അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പാവം കുഞ്ഞ്. രാജകുമാരി പറഞ്ഞു, ഇവനൊരു എബ്രായ കുട്ടി തന്നെയാണ് എന്ന് ഒരു സംശയവുമില്ല. അപ്പോൾ അവൻ്റെ സഹോദരി അടുത്തു വന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ നോക്കാനായി ഞാനൊരു എബ്രായ സ്ത്രീയെ വിളിക്കട്ടെ. വേഗമാകട്ടെ, രാജകുമാരി പറഞ്ഞു. അങ്ങനെ അവൾ പോയി കുഞ്ഞിൻ്റെ സ്വന്തം അമ്മയെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ഈ കുഞ്ഞിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി വളർത്തുക, ഞാൻ നിനക്ക് ശമ്പളം തരാം, രാജകുമാരി പറഞ്ഞു. അമ്മ മകനെ കൊണ്ടുപോയി വളർത്തി. അവൻ ഒരുവിധം പ്രായമായപ്പോൾ അവൾ അവനെ വീണ്ടും കൊണ്ടുപോയി രാജകുമാരിയെ ഏൽപ്പിച്ചു. രാജകുമാരി അവനെ സ്വന്തം മകനായി വളർത്തിക്കൊണ്ടുവന്നു. ഞാനിവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞവനെ മോശ എന്ന് പേരിട്ടു. മോശ എന്ന വാക്കിൻ്റെ അർത്ഥം വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവൻ. അങ്ങനെ മോശ എന്ന് പേരിട്ടു. ഒരു ഈജിപ്തുകാരനായിട്ടാണ് മോശ വളർത്തപ്പെട്ടത്. എന്നാൽ തൻ്റെ സ്വന്തം ജനമായ എബ്രായരെ സഹായിക്കാനായി ശ്രമിച്ചപ്പോൾ കാര്യങ്ങളാകെ കുഴപ്പത്തിലായി. മോശ വളർന്നപ്പോൾ
തൻ്റെ സ്വന്തം ജനമായ എബ്രായരെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. എത്ര കഠിനമായിട്ടാണ് അവരെ കൊണ്ട് പണി ചെയ്യിക്കുന്നതെന്ന് മോശ ശ്രദ്ധിച്ചു. ഒരു ദിവസം ഒരു ഈജിപ്തുകാരൻ ഒരു എബ്രായനെ കൊല്ലുന്നത് അവൻ കണ്ടു. ചുറ്റും നോക്കി തന്നെ ആരും കാണുന്നില്ലെന്ന് ഉറപ്പായപ്പോൾ മോശ ആ ഈജിപ്തുകാരനെ കൊന്ന് മണ്ണിൽ മറവ് ചെയ്തു. പിറ്റേന്ന് ചെന്നപ്പോൾ 2 എബ്രായർ പരസ്പരം വഴക്കുണ്ടാക്കുന്നതാണ് മോശ കണ്ടത്. നീ നിൻ്റെ സ്വന്തം സഹോദരനെ എന്തിനു ഉപദ്രവിക്കുന്നു? ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട് മോശ ചോദിച്ചു. അപ്പോൾ അയാൾ മോശയുടെ നേരെ തിരിഞ്ഞു. നിന്നെ ഞങ്ങളുടെ ഭരണാധികാരിയും ന്യായാധിപതിയുമാക്കിയത് ആരാണ്? അയാൾ ചോദിച്ചു. ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാൻ തുടങ്ങുകയാണോ? ഇത് കേട്ടപ്പോൾ മോശ ആകെ ഭയന്നുപോയി. ഞാൻ ചെയ്തത് ആളുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അവൻ ഓർത്തു. രാജാവ് ഈ സംഭവം കേട്ടപ്പോൾ മോശയെ കൊല്ലാൻ നിശ്ചയിച്ചു. എന്നാൽ മോശ മിദ്യാൻ എന്ന ദേശത്തേക്ക് ഓടിപ്പോയി. അവിടെ അവനൊരു കിണറ്റിനരികെ പോയിരുന്നു. അപ്പോൾ മിദ്യാനിലെ പുരോഹിതനായ യിത്രോയുടെ 7 പെൺമക്കൾ അവരുടെ അപ്പൻ്റെ ആടുകൾക്ക് വെള്ളം കോരാനായി വന്നു. എന്നാൽ ചില ആട്ടിടയന്മാർ അവരെ അതിനനുവദിക്കാതെ ഓടിച്ചു കളഞ്ഞു. അപ്പോൾ മോശ എന്നവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കോരിക്കൊടുക്കുവാൻ അവരെ സഹായിച്ചു. യിത്രോയുടെ മക്കൾ വീട്ടിലെത്തി അവരുടെ അപ്പനോട് പറഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ അവരുടെ അപ്പൻ ചോദിച്ചു, ഇന്നെങ്ങനെയാണ് ഇത്ര നേരത്തെ തന്നെ നിങ്ങൾ മടങ്ങിയെത്തിയത്? ഒരു ഈജിപ്തുകാരൻ ഞങ്ങളെ സഹായിച്ചു എന്നവർ പറഞ്ഞു. ആട്ടിടയന്മാർ ഞങ്ങളെ തടഞ്ഞപ്പോൾ അയാൾ ഞങ്ങൾക്കും ഞങ്ങളുടെ ആടുകൾക്കും വെള്ളം കോരിത്തന്നു. എന്നിട്ട് അയാൾ എവിടെ? യിത്രോ ചോദിച്ചു. അയാളെ എന്തിന് അവിടെ വിട്ടിട്ട് പോന്നു? ഇന്ന് നമ്മോടൊപ്പം ആഹാരം കഴിക്കുവാൻ പോയി അയാളെ കൂട്ടിക്കൊണ്ടുവരും. തുടർന്ന് ആ കുടുംബത്തോടൊപ്പം പാർക്കുവാൻ മോശ സമ്മതിച്ചു. യിത്രോയുടെ മകൾ സിപ്പോറയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അവർക്കൊരു പുത്രൻ ജനിച്ചു. അവന് ഗേർഷോം എന്നു പേരിട്ടു. വർഷങ്ങൾ കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. ഇസ്രായേലിയർ അപ്പോഴും അടിമകളായി കഷ്ടപ്പെടുകയായിരുന്നു. അവരെ സഹായിക്കാനായി ദൈവത്തോട് നിലവിളിച്ചു. അവർ സഹായത്തിനായി ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അവരുടെ നിലവിളി കേട്ടു. അവൻ അവരോട് കരുണ തോന്നി. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും താൻ ചെയ്ത വാഗ്ദാനം ദൈവം ഓർത്തു. മറ്റുള്ളവരുടെ സഹായം കൂടാതെ തന്നെ എന്തും ചെയ്യുവാൻ കഴിവുള്ളവനാണ് ദൈവം. എങ്കിലും സാധാരണ ദൈവം മനുഷ്യരെ തൻ്റെ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ദൈവം ഇങ്ങനെ മോശയെ ഉപയോഗിച്ചു. ഈജിപ്തുകാർ പല പേരുകളിലുള്ള പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് മോശയ്ക്ക് യഥാർത്ഥ ദൈവത്തിൻ്റെ പേര് അറിയുവാൻ ആഗ്രഹമുണ്ടായി. ഒരിക്കൽ മോശ തൻ്റെ ഭാര്യ പിതാവിൻ്റെ ആടുകളെ നോക്കുകയായിരുന്നു. മരുഭൂമിയുടെ അതിർത്തിയോളം അവൻ ആടുകളെ മേയിച്ച് വിശുദ്ധ പർവ്വതമായ സീനായുടെ അടുത്ത് വരെ ചെന്നു. അവിടെ ഒരു മുൾപ്പടർപ്പിൻ്റെ മധ്യഭാഗത്ത് പുറപ്പെടുന്ന ഒരു തീജ്വാല കണക്കെ ദൈവത്തിൻ്റെ ദൂതനവന് പ്രത്യക്ഷനായി. മുൾപ്പടർപ്പിൽ തീ പിടിച്ചതുപോലെയുണ്ട്, എന്നാൽ അത് കത്തിപ്പോകുന്നുമില്ല. ഇതൊന്നൊരത്ഭുതമാണ്, മോശ വിചാരിച്ചു. ഈ മുൾപ്പടർപ്പ് എന്തുകൊണ്ട് ചാരമായി പോകുന്നില്ല? ഞാൻ അടുത്ത് ചെന്ന് കണ്ടുപിടിക്കും. മോശ അടുത്തേക്ക് വരുന്ന കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൽ നിന്നവനെ വിളിച്ചു. മോശേ, മോശേ. അതെ, ഞാനിതാ, മോശ പറഞ്ഞു. നീ ഇനിയും അടുത്തേക്ക് വരരുത്, ദൈവം അരുളിച്ചത്. നിന്റെ കാലിലെ ചെരുപ്പ് ഊരിമാറ്റുക. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. ഞാൻ നിന്റെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവമാകുന്നു. അതെ, അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം. ഇത് കേട്ടപ്പോൾ മോശ തൻ്റെ മുഖം മറച്ച് ദൈവത്തെ നോക്കുവാൻ അവന് ഭയമായി. ദൈവം പിന്നെയും പറഞ്ഞു, ഈജിപ്തുകാർ എൻ്റെ ജനത്തോട് എത്ര വലിയ ക്രൂരതയാണ് കാണിക്കുന്നത് എന്നു ഞാൻ കണ്ടു. സഹായത്തിനുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവരുടെ കഷ്ടതയെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. ഞാൻ അവരെ രക്ഷിച്ച് ഈജിപ്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാനായി ഇറങ്ങി വന്നിരിക്കുകയാണ്. വളരെ വിശാലമായ ഫലസമൃദ്ധമായ ആ രാജ്യത്തിലേക്ക് അവരെ കൊണ്ടുപോകും. അത് കനാന്യർ തുടങ്ങി അനേക ജാതികൾ വസിക്കുന്ന ദേശമാണ്. ഇപ്പോൾ ഞാൻ നിന്നെ ഈജിപ്തിൻ്റെ രാജാവിൻ്റെ അടുത്തേക്ക് അയക്കുന്നു. അവൻ്റെ നാട്ടിൽ നിന്നും എൻ്റെ ജനത്തെ പുറത്തേക്ക് നയിക്കേണ്ടത് നീയാണ് എന്ന് മോശ ദൈവത്തോട് ചോദിച്ചു. എന്നാൽ മോശ ദൈവത്തോട് ചോദിച്ചു, രാജാവിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ പോകും? ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഞാൻ ആരാണ്? അതിനുത്തരമായി ദൈവം അരുളിച്ചതു, ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. നീ എൻ്റെ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ മലയിൽ വെച്ച് എന്നെ ആരാധിക്കും. നിന്നെ അയച്ച ഞാനാണെന്ന് അപ്പോൾ മനസ്സിലാകും. അപ്പോൾ മോശ, ഞാൻ ഇസ്രായേലിയരുടെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ പൂർവികരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുമെന്ന് പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ പേരെന്തെന്ന് അവർ ചോദിക്കും. അപ്പോൾ ഞാൻ അവരോട് എന്തു പറയണമെന്ന് ചോദിച്ചു. ദൈവം പറഞ്ഞു, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയുക. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമായ യഹോവ എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറയുക. എക്കാലത്തും എൻ്റെ പേരിതായിരിക്കും. എൻ്റെ ജനം എന്നെ ഈ പേരിനോട് തിരിച്ചറിയും. നീ ചെന്ന് ഇസ്രായേലിൻ്റെ നേതാക്കന്മാരെ വിളിച്ചുകൂട്ടി അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ ഞാൻ യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്ന് പറയുക. ഞാൻ അവരുടെ അടുത്ത് വന്നിരിക്കുന്നു. ഈജിപ്തുകാർ അവരോട് ചെയ്യുന്നതെല്ലാം ഞാൻ കണ്ടിരിക്കുന്നു. ക്രൂരന്മാരായ ഈജിപ്തുകാരിൽ നിന്ന് ഞാൻ എൻ്റെ ജനത്തെ സ്വതന്ത്രമാക്കും. ഞാൻ അവരെ പല ജാതികൾ വസിക്കുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകും.
ഇത്